അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തത്തെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറ ദാരിയാത്ത് ആരംഭിക്കുകയാണ്. ഈ സൂറത്ത് നമ്മളെല്ലാ സൂറത്തുകളെ കുറിച്ച് പറയുന്ന പോലെ ഖുർആനിൽ ഓരോ ആയത്തുകൾ അവതരിച്ച സന്ദർഭമുണ്ട്. അപ്പം ഈ സൂറത്ത് മക്കി കാലഘട്ടത്തിൻ്റെ അതായത് മക്കി കാലഘട്ടത്തിന് തന്നെ ചിലപ്പോൾ 3 ഘട്ടമായിട്ടൊക്കെ പറയാറുണ്ട്. അതിൽ പിന്നെ തുടക്കത്തിലെ ഘട്ടം കഴിഞ്ഞ് പിന്നെ ഒരു മിഡിൽ സ്റ്റേജിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇറങ്ങിയതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്നവർ പിന്നെ വാക്കുകൾ കൊണ്ട് പിന്നെ വല്ലാതെ വിമർശിക്കുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ശരിക്ക് പിന്നെ പ്രവാചകനെ ബോയ്ക്കോട്ടൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ഫിസിക്കൽ ഇതിലേക്ക് പോകുന്നത് പിന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്താണ് ധാരാളം പരിഹാസങ്ങൾ, പ്രവാചകനെതിരെയുള്ള പരിഹാസങ്ങളൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പം അവർക്ക് തീരെ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത, അവർ വളരെ ശക്തമായി എതിർത്തൊരു തത്വം ആഖിറത്തിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം, പിന്നെ ആ ജീവിതത്തിൽ ഈ ജീവിതത്തിനെ വെച്ചുകൊണ്ടുള്ള പിന്നെ വിചാരണ എന്നത് അവർ വളരെ ശക്തമായി പല രീതിയിലും എതിർത്തിരുന്നതാണ്. അപ്പം ആഖിറത്ത് എന്തുകൊണ്ടാണ് കാണാൻ കഴിയില്ലെങ്കിലും ആഖിറത്തുണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണ് എന്നതാണ് നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ അമ്മ ജുസിയിലെ ധാരാളം സൂറത്തുകളുടെ ഒരു വിഷയം ആഖിറത്തിനെ തെളിയിക്കലാണ്. കാരണം ആഖിറത്തിനെ കാണാൻ കഴിയില്ല, പക്ഷേ ഇസ്ലാമിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ആഖിറത്താണ്. അപ്പോൾ അതിനെ തെളിയിക്കുന്ന സൂറത്തുകൾ ധാരാളമുണ്ട്. ഈ സൂറത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വിഷയം അതാണ്. എന്ന് വെച്ചാൽ ആഖിറത്ത് എന്തുകൊണ്ടാണ് ലോജിക്കലി പിന്നെ അതിൻ്റെ ലോജിക്ക് എന്താണ്, അതിൻ്റെ യുക്തി എന്താണ് എന്നത് തെളിയിക്കുകയാണ്. അപ്പോൾ അതിൽ തുടക്കത്തിൽ 6 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാം. അപ്പം ഞാൻ പിന്നെ നമ്മളെ ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പം അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ പിന്നെ ക്ലാസ്സുകളായിട്ടും ഒക്കെ കേൾക്കുമ്പം ഖുർആനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. ഖുർആൻ്റെ ഭാഷ എന്താണ്, പിന്നെ ഖുർആൻ്റെ വിഷയങ്ങൾ എന്താണ് എന്നത് നമുക്ക് മെല്ലെ മെല്ലെ എന്താണോ മനസ്സിലായി തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇന്നത്തെ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഖുർആൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കും മുസ്ലിങ്ങൾക്കിടയിലും മുസ്ലിങ്ങളല്ലാത്തവരിലും ഖുർആനെ വിമർശിക്കുന്നവരിലും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ, ഖുർആൻ ഒരു സാധാരണ മതഗ്രന്ഥമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ മതഗ്രന്ഥം എന്ന് പറയുമ്പം പിന്നെ മതത്തിൻ്റെ കുറേ ചടങ്ങുകൾ, നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഗ്രന്ഥം. ഇപ്പോൾ ഖുർആന് നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഖുർആൻ എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ നിയമം, അതേപോലെ തന്നെ നമസ്കാരം എത്രയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഖുർആനിൽ നമ്മൾ വായിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഖുർആൻ യുക്തിപൂർവം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു വിഷയത്തിനെ പ്രൂവ് ചെയ്യാൻ എത്രത്തോളം ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നോ അതേപോലെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ, അള്ളാഹു ഉണ്ട്, ആഖിറത്തുണ്ട് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒരു വലിയ നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ആയത്ത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് പഠിച്ചു കഴിയുമ്പം ഖുർആൻ്റെ വിഷയം ഇതാണ് എന്നൊരു ബോധ്യം കൂടി നമുക്കുണ്ടാകണം. ഇതിൻ്റെ തുടക്കത്തിലെ ആയത്തുകൾ പിന്നെ ഒന്നിനെ പിടിച്ച് ആണയിട്ട് ഉള്ള ശൈലിയാണ്. അപ്പോൾ അത് നമുക്ക് അറിയുന്നതാണ്. അമ്മ ജൂസിൽ വശംസി വലുഹാഹ വല്ലൈലി ഇതാ സജ എന്നൊക്കെ പറയുന്നത് എന്തിനെയോ പിടിച്ച് ആണയിട്ട് പറയുന്ന, ഇതിന് ഖുർആനിൽ ഈ ഖസം എന്നാണ് പറയുന്നത്. വെച്ചാൽ പിന്നെ എന്തിനാണ് ഖുർആനിൽ ഇങ്ങനെ വശംസി വലുഹാഹ ഈ കാര്യങ്ങളെന്ന് പറയുന്നത്? അധിക കാര്യങ്ങളും ഇങ്ങനെ ആണയിട്ട് പറയുന്ന അധിക കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്ന പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ പിടിച്ചിട്ടാണ് ഖുർആനിൽ ആണയിടുന്നത്. നമുക്ക് കാണാതെ അറിയാവുന്ന സൂറത്തുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലൈല്, ഷംസ്, ഖമർ. ഖുർആൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ആണയിട്ടുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ നമുക്ക് തെളിയിച്ചു തരികയാണ്. എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും കാണാൻ കഴിയുന്നതാണ് സൂര്യൻ. അപ്പോൾ ആ സൂര്യനെ നമ്മൾ ശരിക്കും അതിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ
കാണാൻ കഴിയാത്ത അള്ളാഹുവിനെയും ആഖിറത്തിനെയും നമുക്ക് മനസ്സിലാവും എന്ന ലോജിക്കിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ആ ആയത്തുകളുടെ വാക്കർത്ഥം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ആയത്ത് സൂറ ദാരിയാത്ത്. വദാരിയാത്തി ദർവ. ദറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കിൻ്റെയും റൂട്ട് ദറു ആണ്. ദറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്റർ ചെയ്യുക, ചിതറുക, സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് ദറു എന്ന് പറയുക. അപ്പോൾ വദാരിയാത്തി ദർവ എന്ന് പറഞ്ഞാൽ പിന്നെ ചിതറിക്കൊണ്ടിരിക്കുന്നവയാണ് അല്ലെങ്കിൽ വിതറിക്കൊണ്ടിരിക്കുന്നവയാണ് സത്യം. അപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം പറയണം എന്ന് വെച്ചാൽ നമ്മളോട് അതിനെ നോക്കാൻ പറയണം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയണം. അപ്പോൾ ഇവിടെ ഇതെന്താണ്, ഈ സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്, സ്കാറ്റർ ചെയ്യുന്നത് എന്താണ്, ഈ ചിതറുന്നത് എന്താണ് എന്നതിന് ധാരാളം പിന്നെ ചർച്ചകൾ. അതിൽ അധികം മുഫസ്സിരീങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു വരെ ഏകീകരമായിട്ട് പറയുന്നൊരു കാര്യം ഇത് കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാറ്റിനെക്കുറിച്ച്, കാറ്റെന്ത് ചെയ്യുന്നു, കാറ്റ് പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളെയും ചിതറിക്കുന്നതിൻ്റെ ഒരു വലിയൊരു പ്രതിഭാസം കാറ്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. അപ്പോൾ അള്ളാഹു കാറ്റിനെ വിളിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഏത് കാലഘട്ടത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏതോ ഒരു 20-ാം നൂറ്റാണ്ടിലെ സയൻറ്റിഫിക് ഡിസ്കഷൻ നടക്കുന്ന ഒരു സമയത്തല്ല. ഒരു മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു ജനതക്ക് പിന്നെ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അള്ളാഹു പ്രകൃതിയിലേക്കും സയൻസിലേക്കും പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ പറയണം. കാറ്റിനെ നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ഹാമിലാത്തി വിഖറ. ഹാമിലാത്തി, ഹമൽ എന്ന് പറഞ്ഞാൽ ക്യാരി ചെയ്യുകയാണ്, എന്ന് വെച്ചാൽ വഹിക്കുക, പിന്നെ ഏറ്റുക എന്നൊക്കെ എന്തിനെങ്കിലും നമ്മളിങ്ങനെ വഹിക്കുന്നതിനെയാണ് ഹമൽ എന്ന് പറയുക. ഫൽ ഹാമിലാത്തി വിഖറ. വിഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഭയങ്കര ഭാരം ഉള്ള, എന്ന് വെച്ചാൽ ഹെവി വെയ്റ്റിനൊക്കെ പറയുന്നതാണ് വിഖർ. പിന്നെ അള്ളാഹുവിനെ നിങ്ങൾ വേണ്ടതുപോലെ സീരിയസ് ആയിട്ട് പരിഗണിച്ചിട്ടില്ല എന്നതിന് വിഖാറ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ വെയിറ്റുള്ള, ഹെവി ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിക്ർ എന്ന് പറയും. അപ്പോൾ ഫൽ ഹാമിലാത്തി വിക്ര എന്ന് പറഞ്ഞാൽ വളരെ ഭാരമുള്ളത് വഹിക്കുന്നവയാണ് സത്യം. അപ്പോൾ ഇതെന്താണ് എന്ന ചർച്ചയിൽ മുഫസ്സിരീങ്ങൾ എല്ലാവരും ഏകദേശം ഏകീകരിക്കുന്നത് ഇത് മേഘങ്ങളാണ് എന്നാണ്. മേഘങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നെ വാട്ടർ ഡ്രോപ്സിനെ, എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ തുള്ളികളെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളത്തുള്ളികളെ വഹിച്ച് പോകുന്നത് മേഘങ്ങളാണ്. അപ്പോൾ മേഘങ്ങളെ നമ്മളോട് നോക്കാൻ പറയണം. അപ്പോൾ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ മുസല്ല, പള്ളി, ഹജ്ജ് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോകുമ്പം നമ്മളോട് അള്ളാഹു പറയുന്നത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റിനെ നോക്കുക എന്നാണ് വിശ്വാസികളോട് പറയുന്നത്. അതേപോലെ തന്നെ മേഘങ്ങളെ നമ്മൾ നോക്കണം. മൂന്നാമത്തെ ആയത്ത് ഫൽ ജാരിയാത്തി യുസ്റ. ജാരിയാത്തി യുസ്റ എന്ന് പറയുന്നത്, പിന്നെ ജാരിയ എന്ന് പറയുന്നത് നീങ്ങുക എന്നാണ് അർത്ഥം. ജാരിയ എന്ന് പറഞ്ഞാൽ നീങ്ങാണ്. കപ്പലിന് ഖുർആനിൽ ജാരിയ എന്ന് പറയുന്നുണ്ട്. ജാരിയ എന്ന് പറഞ്ഞാൽ നീങ്ങുക. യുസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്, എളുപ്പത്തിൽ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നീങ്ങുന്നവയാണ് സത്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇത് കപ്പലിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. അപ്പോൾ വളരെ പിന്നെ ഈസി ആയിട്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രതിഭാസം, കടലിൽ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്ന കപ്പലുകളാണ് സത്യം. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുറിച്ച് പറയുന്നിടത്ത് സൂറ ഹാക്കയിൽ ഇന്നാ ലമ്മ തഗൽ മാഉ ഹമൽനാക്കും ഫിൽ ജാരിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജാരിയ എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിനെ ജാരിയ എന്നാണ് പറയുന്നത്. നാലാമത്തെ ആയത്തിൽ ഫൽ മുഖസ്സിമാത്തി അമ്ര. മുഖസ്സിമാത്തി അമ്ര. കസം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യലാണ്, വിഭജിക്കുന്നതിനാണ് കസം എന്ന് പറയുക. അമ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്ര നിർദ്ദേശമാണ്, കൽപ്പന, ആജ്ഞ. അപ്പം കൽപ്പനകളെ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഡിവൈഡ് ചെയ്തിട്ട് വിഭജിച്ചിട്ട് കൊടുക്കുന്നവയാണ് സത്യം. ഇത് മലക്കുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പലതരം കൽപ്പനകളെ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ നടപ്പിലാക്കുന്നത് മലക്കുകളാണ്. അപ്പം ഇവരെല്ലാവരെയും, ഇത് എല്ലാ പ്രതിഭാസങ്ങളെയും പിന്നെ എടുത്ത് ഇട്ടുകൊണ്ട് ഇനി പറയുന്നതാണ് സബ്ജക്റ്റ് തുടങ്ങിയിട്ടില്ല. ഇനി പറയുന്നതാണ് സബ്ജക്റ്റ്. എന്തിനാണ് അള്ളാഹു ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയൊക്കെ തെളിവായിട്ട് പറയുന്നത്? ഇന്നമാ തൂഅദൂന ലസ്വാദിഖ്. ഇന്നമാ തൂഅദൂന, അള്ളാഹുവിൻ്റെ എന്തായാലും വാഗ്ദാനം, തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് അല്ലെങ്കിൽ വാഗ്ദാനം, വഅദ്, ലസ്വാദിഖ്. സിദ്ക്ക് എന്ന് പറഞ്ഞാൽ സത്യം, സത്യസന്ധതക്ക് സിദ്ക്ക് എന്ന് പറയും, സത്യമാണ്. അള്ളാഹു ഖുർആനിലൂടെ പ്രവാചകന്മാരിലൂടെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ സത്യങ്ങളും വാഗ്ദാനങ്ങളുടെ പ്രത്യേകത എന്താണ്? വാഗ്ദാനങ്ങളുടെ പ്രത്യേകത നമ്മൾ നേരിട്ട് കാണുന്നതായിരിക്കില്ല. വാഗ്ദാനം പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വാഗ്ദാനം പ്രോമിസ് ചെയ്യുക.
അപ്പോൾ അള്ളാഹു ഖുർആനിൽ ധാരാളം വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്നാൽ ചിലപ്പോൾ ഇന്ന് പരാജയമായിരിക്കും കാണുന്നത്, നാളെ വിജയമായിരിക്കും, ആഖിറത്തിൽ ശിക്ഷയായിരിക്കും. അള്ളാഹു പറയുന്നത് നിങ്ങൾ കാറ്റിനെ നോക്കിയാൽ, മേഘത്തിനെ നോക്കിയാൽ, കടലിനെ നോക്കിയാൽ നിങ്ങൾക്ക് തെളിയും അള്ളാഹു ഇപ്പോൾ പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളും സത്യമാണ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതെന്താണ് നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ പിന്നെ 6-ാമത്തെ ആയത്തിൽ 2-ാമത്തെ കാര്യം ഇന്ന ദീന ലവാഖ്. ഇന്ന ദീന, നിശ്ചയമായും ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മലയാളത്തിൽ മതം എന്നാണ് പറയുക. മതമല്ല ദീൻ. ഇവിടെ ദീൻ എന്ന് പറയുന്നത് പ്രതിഫലത്തിൻ്റെ ആ പ്രോസസ്സിനെയാണ് ദീൻ എന്ന് പറയുന്നത്. നമ്മൾ ഫാത്തിഹയിൽ എന്താ പറയുന്നത്? മാലിക്കി യൗമുദ്ദീൻ, ദീനിൻ്റെ ദിവസം. അപ്പോൾ ഖുർആൻ ദീൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിനെയാണ് ദീൻ എന്ന് പറയുന്നത്, വ്യവസ്ഥ. ഒന്നിൻ്റെ അനുസരണത്തിൽ നമ്മളൊരു സിസ്റ്റം, ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ചാണ് ദീൻ എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ഖുർആൻ പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. എന്ന് വെച്ചാൽ ലോകത്ത് പല ദീനുകളും സാധ്യമാണ്. നമ്മൾ ഓഫീസും സ്കൂളൊക്കെ ഏതോ അർത്ഥത്തിലൊരു ദീനാണ്. കറക്റ്റ് സിസ്റ്റത്തോടു കൂടി ഒരു സാധനം പ്രവർത്തിക്കുന്നതൊക്കെ ദീനാണ്. നമുക്ക് ദീനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റത്തിനെ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം എന്തുകൊണ്ടാണ് മഹ്ശറയിന് ദീൻ എന്ന് പറയുന്നത്, യൗമുദ്ദീൻ എന്ന് പറയുന്നത്? ഈ ലോകത്ത് ദീൻ അനുസരിച്ച് കൊണ്ടുള്ള റിസൾട്ട് വരുന്നതിനെ കൊണ്ടാണ് യൗമുദ്ദീൻ. അപ്പോൾ ദീനിന് പ്രതിഫലം എന്നർത്ഥമുണ്ട്. ഈ ലോകത്തൊരു ദീനുണ്ട്, അത് അള്ളാഹിൻ്റെ ദീനാണ്, ഇസ്ലാമാണ്. ആ ദീനിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അതനുസരിച്ചുള്ള റിസൾട്ട് വരുന്ന ദിവസം, അതാണെന്ത്? യൗമുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹ് പറയുന്നത് ഇന്ന ദീന ലവാഖ്, എന്തായാലും സംഭവിക്കുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം എന്താണ് ഈ ആയത്തുകളുടെ 6 ആയത്തുകൾ? വളരെ സുന്ദരമായിട്ടുള്ള ആയത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കുറേ പഠനങ്ങളിലേക്കും വിശാലമായിട്ട് പഠിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ഇതുപോലെ. എന്താണ് ഇതിൻ്റെ സമ്മറി? അള്ളാഹ് പറയുന്നത് പരലോകം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, യൗമുദ്ദീൻ നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇപ്പം കാണാൻ കഴിയില്ല, നാളെയാണ് എന്ന് അള്ളാഹ് പറഞ്ഞ പല വാഗ്ദാനങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അത് നിങ്ങൾക്ക് സത്യമാണ് എന്ന് തെളിയണമെങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സത്യം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളാണ്, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പുകളാണ്, ചുറ്റുമുള്ള സൃഷ്ടിപ്പ്. എന്താണ് അതിൻ്റെ ലോജിക്ക്? അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നത് അതിനൊരു വ്യവസ്ഥയുണ്ട്, അതിനൊരു കണക്കുണ്ട്. നിങ്ങൾ കാറ്റിനെ നോക്കിയാൽ കാറ്റിനൊരു കണക്കുണ്ട്. കണക്കില്ലാതെ അടിക്കുന്ന കാറ്റ് കാണുമ്പോഴാണ് കണക്കിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരിക. നിങ്ങൾ മേഘത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്, അതിന് വെള്ളത്തുള്ളികൾ പേറുന്നതിനൊരു കണക്കുണ്ട്, മഴ പെയ്യുന്ന സമയത്തിനൊരു കണക്കുണ്ട്, എവിടെ പെയ്യണം എന്നതിന് കണക്കുണ്ട്. സൂര്യനൊരു കണക്കുണ്ട്, സൂര്യന് കറക്റ്റായിട്ട് ഒരു സമയത്ത് ഉദിക്കുന്നു അസ്തമിക്കുന്നു, ഒരു കണക്കുണ്ട്. നക്ഷത്രത്തിനൊരു കണക്കുണ്ട്, വ്യവസ്ഥയുണ്ട്. കണക്കുണ്ടാകുന്നത് എന്തിനെയാണ് പ്രൂവ് ചെയ്യുന്നത്? കണക്കാക്കിയ ഒരു ശക്തി അതിന് പുറകിലുണ്ട് എന്നതിനെ പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ പ്രൂഫ് വളരെ കൃത്യമായിട്ട് ഇതിനൊക്കെ കണക്കുണ്ട്. കണക്കില്ലാതെ എപ്പോഴെങ്കിലും അല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ലോജിക്ക്. രണ്ടാമത്തത്, ഒരു വ്യവസ്ഥയോടുകൂടി കുറേ സാധനങ്ങളുണ്ട് എന്നത് എന്തിനെ കൂടെ പ്രൂവ് ചെയ്യുന്നു? അതിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളത്. ലക്ഷ്യമില്ലാത്ത ഒരു സാധനത്തിനും വ്യവസ്ഥ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ലാസ്റ്റ് ഈ ക്ലാസ്സിലേക്ക് കയറി വന്ന ആൾക്ക് ഇവിടെ കസേരയൊക്കെ ഒതുക്കി വെച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കസേര ഒതുക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ആരോ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ ഒതുക്കി വെച്ചതിന് ഒരു കാരണമുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ആരോ ഇതൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. 2, ആ ഒതുക്കി വെച്ചതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണ്? ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്നതാണ്. അതേപോലെ നമ്മൾ പ്രപഞ്ചത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ കണക്കുകളാണ്, കണക്കനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ പൂവ് മുതൽ ഓരോന്നും അനങ്ങുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കിയ ഒരാളെ പ്രൂവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ഒരാൾ ഇതൊക്കെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് ആഖിറ. അതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇത് വെച്ചുകൊണ്ട്, ഈ ലോജിക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഖുറാനിലെ കുറേ അധികം ആയത്തുകളെ മനസ്സിലാവും. എന്തുകൊണ്ടാണ് അള്ളാഹു നിരന്തരം പ്രകൃതിയെയും പ്രപഞ്ചത്തെയും വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ അള്ളാഹ് നിരന്തരം പറയുന്ന കാര്യം അതാണ്. എന്ത്? ഇതിനൊക്കെ കണക്കുണ്ട്, ആ കണക്ക് കണക്കാക്കിയവനെ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് ദൈവത്തെയോ പരലോകത്തെയോ നിഷേധിക്കാൻ കഴിയുക എന്ന കാര്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. നമുക്ക് ഇപ്പോൾ ഖുർആൻ ക്ലാസ് പഠിക്കുമ്പം കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് സയൻറ്റിഫിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി.
കാറ്റെപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന സാധനമാണ്, നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മളെ ശരീരത്തിൽ തൊടുമ്പം കാറ്റിനെ നമ്മൾ പല രീതിയിൽ അനുഭവിക്കുന്നതാണ്. കാറ്റില്ലാത്ത സമയത്ത് പോലും കാറ്റില്ലാത്ത സമയത്ത് ശരിക്കും കാറ്റുണ്ടായിരുന്നെങ്കിൽ കാറ്റിനെ നമ്മൾ ചെറുപ്പം മുതൽ അനുഭവിക്കുന്ന ഒരു പ്രതിഭാസങ്ങൾ. നമ്മൾ കാറ്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക വെറുതെ. എങ്ങനെയാണ് കാറ്റ് ഉണ്ടാകുന്നത്, വിൻഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. കാറ്റുണ്ടാകുന്നത് ഭൂമിൻ്റെ പൊസിഷനും വെള്ളവും ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് സൂര്യൻ്റെ ചൂട് പല സ്ഥലത്തും പല റേഞ്ചിലാണ്. ചില സ്ഥലത്ത് ഭയങ്കര ചൂടായിരിക്കും, ചില സ്ഥലത്ത് ചൂട് കുറവായിരിക്കും. ചൂട് കൂടിയ സ്ഥലത്ത് പ്രഷർ കുറവായിരിക്കും, ചൂട് കുറവുള്ള സ്ഥലത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലവും പ്രഷർ കുറവുള്ള സ്ഥലവും സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒഴുക്ക് എങ്ങോട്ടാണ് വരിക? പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഒഴുക്ക് വരിക. അപ്പോൾ കാറ്റ് എന്തുകൊണ്ടാണ് വീശുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് എപ്പോഴും പ്രഷർ കുറവുള്ള സ്ഥലത്തേക്ക്, ഇവിടെ നമുക്ക് ചുറ്റുമുള്ള എയർ ഫ്ലോ ചെയ്യുന്നതാണ് കാറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെറുതെ ആലോചിച്ച് നോക്കുക. ആരാണ് ഇത് സെറ്റ് ചെയ്തത്? എങ്ങനെയാണ് കാറ്റ് ഇങ്ങനെ വീശാൻ പാകത്തിൽ ഭൂമിയുടെ സംവിധാനിച്ചത് ആരാണ്? നമ്മൾ വിശ്വാസിയല്ലാതെ തന്നെ വെറുതെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് പുറത്തുനിന്ന് വെറുതെ ആലോചിച്ച് നോക്കാം. എങ്ങനെയാണ് ഭൂമിയിൽ കാറ്റുണ്ടാകുന്ന രീതിയിൽ പല സ്ഥലത്തും പല ചൂടാകുന്ന രീതിയിൽ അള്ളാഹു ഇതാരാണ് സെറ്റ് ചെയ്തത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഖുർആൻ പറയുന്നത് ഈ ആലോചനയുടെ അവസാനം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഉത്തരം ഒരു സൃഷ്ടാവിനെ കുറിച്ചാണ് എന്നുള്ളതാണ്. ആലോചിച്ചില്ല പ്രശ്നമില്ല, ആലോചിച്ചാൽ ഇതാണ്. രണ്ടാമത്, നമ്മൾ കാറ്റിനെ കാണുന്നില്ല അല്ലേ? നമ്മൾ കാറ്റിനെ കാണുന്നത് എന്തുകൊണ്ടാണ് കാറ്റിനെ കാണാത്തത്? ഇത് വേറൊരു വിഷയമാണ്. നമ്മൾ കാണുന്നതാണ് ലോകം എന്നത് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് വരുന്ന വലിയൊരു തെറ്റിദ്ധാരണ. നമ്മളെ കണ്ണിന് കഴിവുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കാണുന്നുള്ളൂ. അതല്ലാത്തതൊക്കെ ലോകത്തുണ്ട്. അതിലൊന്നാണ് കാറ്റ്. കാറ്റിലെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് കാറ്റിനെ നമ്മൾ കാണാത്തത്. പക്ഷെ കാറ്റിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത്? കാറ്റ് നമുക്ക് കാണാൻ കഴിയാത്തപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിറയെ മാറ്ററാണ്, ബില്യൺ കണക്കിന് മോളിക്യൂൾസാണ്. അത് ആ സ്പീഡിൽ വന്ന് നമ്മളെ ശരീരത്തിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റിനെ ഫീൽ ചെയ്യുന്നത്. എന്തിനാണ് കാറ്റ്? ലോകത്ത് എന്തിനാണ് കാറ്റ് എന്നുള്ളത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ട് എവിടെയും പോകുന്നില്ലല്ലോ. നമ്മൾ കാറ്റിനെ എപ്പോഴും കാണുന്ന കാര്യങ്ങളാകുമ്പോൾ ഈ നമ്മുടെ കാഴ്ചൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാണുന്ന കാര്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. എപ്പോഴാണത് സിമ്പിൾ അല്ലാതെ തോന്നുന്നത് വെച്ചാൽ, നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പോയിട്ട് നിങ്ങൾ വെള്ളത്തിനെക്കുറിച്ചും മഴനെക്കുറിച്ചും ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ബോധവാന്മാരായിരിക്കും. ആ മഴ കുറേ കാലം മുന്നേ ഒരു പരിധിയിലാണ് ഒഴുകിയിരുന്നത്, ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. പരിധി വിടുമ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അപ്പോൾ കാറ്റിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റ് എന്ത് ചെയ്യുന്ന ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം പോലെ മൊത്തം പ്രപഞ്ചത്തിലെ ചൂടുള്ള സ്ഥലത്തു നിന്ന് ചൂടില്ലാത്ത സ്ഥലത്തേക്ക് ഈ കാറ്റ് ഇങ്ങനെ അടിച്ചിട്ടില്ലെങ്കിൽ ഓരോ സ്ഥലവും വെന്തുരുകാൻ മാത്രം ചൂടാവും. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷൻ സിസ്റ്റമാണ് ശരിക്കും കാറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്, മഴ പെയ്യണമെങ്കിൽ കാറ്റ് വേണമെന്നുള്ളത് നമ്മൾ ബേസിക് അറിയുന്ന സാധനമാണ്. മഴ പെയ്യണമെങ്കിൽ ഈ സാധനത്തിനെ അടിച്ചിട്ട് മേഘത്തിനടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഒരു സാധനം വേണം, ഇത് കാറ്റാണ്. മൂന്നാമത്, ഇത് ഏറ്റവും വലിയ കാറ്റിൻ്റെ ഏറ്റവും വലിയത് നമുക്കറിയാം, പിന്നെ എന്താണ്, മരങ്ങളും ചെടികളിലും റീപ്രൊഡക്ഷൻ നടക്കുന്നത് പോളിനേഷൻ വഴിയാണ്. പോളിനേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? രണ്ട് പണി അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, പിന്നെ നിങ്ങൾ അങ്ങനത്തെ ചെടികളെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ചെടികൾക്ക് മണം ഉണ്ടാവില്ല. ചില പൂക്കൾക്ക് മാത്രമല്ലേ മണം ഉണ്ടാവുള്ളൂ, ചിലതിനെന്താ മണം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ്? ആർക്കാണ്? ഒരു 20 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ചില പൂക്കൾക്ക് മണവും ചില പൂക്കൾക്ക് മണമില്ലാത്തത്? മണമുള്ള പൂക്കളൊക്കെ പോളിനേഷൻ നടക്കുന്നത് പിന്നെ ബീസ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ്, അതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മണമില്ലാത്ത ചെടികളൊക്കെ പോളിനേഷൻ നടക്കുന്നത് കാറ്റ് വഴിയാണ്. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ റീപ്രൊഡക്ഷന്മാർ എന്ത് ചെയ്യണം, ആണായിട്ടുള്ള എന്ന് വെച്ചാൽ മെയിലായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഇതിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് പോളിൻസ് ഉണ്ടാവും, ചെറിയ സാധനം. കാറ്റിങ്ങനെ വരുമ്പോൾ അതും കൊണ്ടിട്ട് അടുത്ത ഫീമെയിൽ ആയിട്ടുള്ള അതിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, കാറ്റ്. അങ്ങനെയാണ് ലോകത്ത് ചെടികൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരെങ്കിലും ഒരു സൃഷ്ടാവ് പുറത്ത് നിന്ന് സെറ്റ് ചെയ്യാതെ
എങ്ങനെയാണ് വ്യത്യസ്തമായ രണ്ട് സാധനങ്ങളിൽ ഇങ്ങനെ വെറുതെ അടിക്കുന്ന കാറ്റിലൂടെ ഇവിടെ ചെടികളുടെ പോളിനേഷൻ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഖുർആൻ പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ചിന്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാകുന്നത് എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് കാറ്റിൻ്റെ അറിയാവുന്ന ഏറ്റവും അവസാനത്തെ കുറേ ഇങ്ങനെ പറയാൻ കഴിയും. ഇതാണ് എന്ത്, ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നതിൽ ഏറ്റവും വലിയൊരു ഇത് വിൻഡാണ്, വിൻഡ് മിൽസാണ്. വിൻഡ് വന്നിട്ട് ഇതിനെ തിരിക്കുമ്പോഴാണ് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ വദ്ദാരിയാത്തി ദർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വദ്ദാരിയാത്തി ദർവ എന്ന ആയത്ത് ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ അയാൾ ഒരു മിനിമം സയൻറ്റിഫിക് അന്വേഷണം നടത്തിയാലേ ആ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരാൾ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അയാൾ ഇവിടത്തേക്ക് എത്തും, അള്ളാഹുവിലേക്ക് എത്തുമെന്നാണ് ഖുർആൻ പറയുന്നത്. രണ്ടാമത്, നിങ്ങൾ പിന്നെ ക്ലൗഡിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക, മേഘത്തിനെ കുറിച്ച്. എങ്ങനെയാണ് മേഘം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് മേഘം ഉണ്ടാകുക? 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ആ ക്ലാസ്സിൽ പിന്നെ നമ്മൾ ലീവ് ആയതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ ആ ക്ലാസ്സിൽ. മേഘം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് മേഘം ഉണ്ടാകുന്നത്. മേഘം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മേഘം ഉണ്ടാകുന്നത് സൂര്യൻ എന്ത് ചെയ്യുന്നു, സൂര്യൻ വളരെ ശക്തമായിട്ട് ചൂടെടുക്കുന്നു, ഇവാപ്രേഷൻ നടക്കുന്നു. ഇവാപ്രേഷൻ നടക്കുന്നു എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറയാൻ സുഖമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയുമായിട്ടുള്ളൊരു വെള്ളം ഇവിടെ നിൽക്കുന്നത്, വെള്ളം ഗ്യാസായിട്ട് മുകളിലേക്ക് വാട്ടർ വേപ്പറായിട്ട് മുകളിലേക്ക് പോവാണ്. ഇത് പോണേ കാറ്റ് വേണം. മുകളിൽ പോകുമ്പോൾ തണുക്കുമ്പോൾ കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് അതെന്ത് ചെയ്യും, അപ്പം തന്നെ എന്തുകൊണ്ട് താഴത്തേക്ക് വീഴുന്നില്ല? അപ്പോഴത്തേക്ക് എന്തുകൊണ്ട് താഴത്ത് വീഴുന്നില്ല? കാരണം പിന്നെ ശരിക്കും ഗ്രാവിറ്റി കൊണ്ട്, ഗുരുത്വാകർഷണം കൊണ്ട് താഴത്തേക്ക് വീഴണം. പക്ഷേ താഴത്തേക്ക് വീഴാൻ മാത്രം, ഇതിനെ മറികടക്കാൻ മാത്രമേ കാറ്റെന്ത് ചെയ്യും, അതിനവിടെ പിടിച്ചു നിർത്തും. കുറേ ഇതിങ്ങനെ ഒരു സാധനത്തിൽ കുറേ കണികകൾ, വെള്ളത്തിൻ്റെ കണികളായിട്ട് നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് മേഘത്തിൻ്റെ കളറ് മാറിയിട്ട് ഒരു ഏകദേശം ഇരുണ്ട കളറായിട്ട് വരുന്നത്. ഇങ്ങനെ ഇരുണ്ട കളറാകുന്ന സമയത്താണ് അത് പെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അത്ഭുതത്തിൻ്റെ ആ അത്ഭുതം എവിടെയാണ് അത്ഭുതമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സമയത്തും പെയ്യുന്നില്ലല്ലോ. കറക്റ്റ് സമയത്ത് പെയ്യുന്നു എന്ന് മാത്രമല്ല, പെയ്യേണ്ട അടുത്തല്ലേ പെയ്യുന്നുള്ളൂ. നിറയെ മേഘങ്ങളും നിറയെ എവാപ്പറേഷനും അല്ലേ. ഇനി നിങ്ങൾ കേരളത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് പ്രളയം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറം പിന്നെ മഴ പെയ്യുന്നത്? നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകളിലുള്ള ചൂട് ഇപ്പോൾ കൂടുതലാണ്. അതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. മുകളിൽ ചൂട് കൂടിയിട്ട് ധാരാളം വെള്ളത്തിൻ്റെ കണിക അവിടെ ഇവാപ്പറേറ്റ് ആയിട്ട് ഒരു പരിധിയിലപ്പുറം വാട്ടർ പിന്നെ ഗ്യാസ് ആവുകയും അതെന്ത് ചെയ്യുന്നു, ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം വലിയ ശക്തിയിൽ പെയ്യുന്നു. 1. 2, താഴത്ത് പെയ്യുന്ന ഓരോ കണികനെയും ഭൂമി എന്ത് ചെയ്യണം, സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് ഫ്ലഡായിട്ട് പോകും. നമ്മളുണ്ടാകുന്ന കോൺക്രീറ്റും പരിപാടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ താഴത്തേക്ക് പോകാനുള്ളൊരു സ്ഥലം ഇല്ലാതെ വരുന്നത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. ഫൽ ഹാമിലാത്തി വിഖറ എന്ന ആയത്ത് മനസ്സിലാക്കണമെങ്കിൽ പുറത്ത് പോയിട്ടൊരു മഴക്കാലത്ത് മഴനെക്കുറിച്ച് പോയമൊക്കെ എഴുതിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഭയങ്കര കവിതയൊക്കെ എഴുതും. മഴ അല്ലെ കാറ്റേ നീ വീശരുത് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം എഴുതും. പക്ഷെ കാറ്റെന്താണ് എന്നൊരു സെക്കൻഡ് ആലോചിച്ചിരുന്നെങ്കിൽ ആ കവിത എഴുതുന്നതിൻ്റെ അവസാനം അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാതെ ഒരാൾക്ക് പെണ്ണെടുത്ത് വെക്കാൻ കഴിയില്ല. സൂറ റൂമിൽ 48-ാമത്തെ ആയത്തിൽ അല്ലാഹുല്ലദീ യുർസിലുർ റിയാഹ, അള്ളാഹു ആണ്, അതാണ് ഖുർആൻ്റെ ഭാഷ, അള്ളാഹു ആണ് കാറ്റിനെ അയക്കുന്നവൻ. ഈ പോയിന്റാണ് മിസ്സാകുന്നത്. അള്ളാഹു ആണ് കാറ്റിനെ അയക്കുന്നവർ. ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതെന്ത് ചെയ്യുന്നു, മേഘങ്ങളെ ഇളക്കി വിടുന്നു, അതിനെ ആകാശത്ത് പരത്തുന്നു. കൈഫ യശാ, ഇതാണ് പോയിന്റ്. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റ് വന്നിട്ട് മേഘത്തിനെ കൊണ്ടുപോകുന്നു. ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആൻ സയൻസിനെ പറയുന്നുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്നത് എന്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാകുന്ന ഉദ്ദേശിക്കുന്ന രീതിയിൽ കാറ്റിനെ പരത്തുന്നു. വയജ്അലഹു കിസഫൻ ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്ത് വരുന്നതായിട്ട് നിനക്ക് കാണാം. എന്നിട്ട് അടുത്ത പ്രയോഗം ഫഇദാ അസാബ ബിഹി മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മുകളിൽ അവൻ ആ മഴയെ പെയ്യിക്കുന്നു. അതാണ് ഈ പോയിന്റ്. ശരിക്ക് കുട്ടികളെ നമ്മൾ മതം പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ പഠിക്കാൻ പോകുന്നതിൽ ഈ കാര്യം കൂടി ചേർത്തിട്ട് മദ്രസയിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അനുഭവിക്കില്ല. അവൻ മേഘത്തെക്കുറിച്ച് പഠിക്കാനാണ് പോകുന്നത്, നമുക്കറിയാം. ആ മേഘം ഉണ്ടാക്കിയവൻ അള്ളാഹു ആണ്.
ഉദ്ദേശിക്കുന്നിടത്താണ് ആ മഴ പെയ്യുന്നതെന്ന് ആദ്യമേ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മേഘത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കണക്ഷൻ അവന് വളരെ കൃത്യമാവും, അവൻ്റെ സുജൂദ് കൃത്യമാവും. ഇതാണ് ഖുർആൻ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി സൂറ അൻആമിൽ 57 58 ആയത്തിൽ സുന്ദരമായതാണ്. ഇന്ന് പോയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ പോയിട്ട് വായിച്ചാൽ ശരിക്കും നമുക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകുന്ന ആയത്താണ്. വഹുവല്ലദീ യുർസിലു റിയാഹ ബുഷ്റ ബൈന യദൈഹി റഹ്മതിഹി, അവനാകുന്നു എന്ത് ചെയ്യുന്നത്, കാറ്റിനെ അയക്കുന്നത്. ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുക്നാഹു ലി ബലദിൻ മയ്യിത്തിൻ, അതെന്ത് ചെയ്യും, അതിങ്ങനെ ഭാരിച്ച മേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ ബലദിൻ മയ്യിത്തിൻ, വരണ്ട ഭൂമിയിൽ അത് വീഴും. ഫഅൻസൽനാഹ ബിഹിൽ മാ, വെള്ളം അതിലേക്ക് വീഴും. ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്, അതിൽ നിന്ന് എന്ത് ചെയ്യും, പലതരത്തിലുള്ള ചെടികൾ അവന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. കദാലിക നുഖ്രിജുൽ മൗത ലഅല്ലക്കും തദക്കറൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കദാലിക, ഇതുപോലെയാണ് മരണത്തിന് ശേഷം പരലോകത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ബ്ലോക്കും ഇല്ല, ഒരു ഫ്ലോയിലല്ല പറയാണ്. ആ ഫ്ലോ എന്താണ്? ആ ഫ്ലോ നിങ്ങൾ മഴ ഇങ്ങനെ പെയ്യുന്ന കണ്ടിട്ട് അത് അത്ഭുതമായി തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയവൻ നാളെ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ അത്ഭുതം. മൂന്നാമത്തേത് കപ്പലാണ്. ഈ കപ്പൽ നമ്മൾ ഈ പ്ലെയിനിൽ പോകുമ്പം, പ്ലെയിനിൽ പോയിട്ട് നല്ല അവിടുന്ന് മറ്റേ ഇതൊക്കെ കിട്ടിയിട്ട് ജ്യൂസൊക്കെ കുടിച്ച് വളരെ സിമ്പിളായിട്ട് ഇരിക്കുമ്പം ഈ സാധനം നമ്മൾ എവിടെയാണ് എന്താ നടക്കുന്ന, എത്രയോ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന കപ്പലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. അള്ളാഹു എന്തുകൊണ്ടാണ് ഫൽ ജാരിയാത്തി യുസ്ര എന്ന് പറയുന്നത്? കപ്പൽ എന്തുകൊണ്ടാണ്, വെറുതെ ആലോചിച്ച് നോക്കുക, കപ്പൽ എന്തുകൊണ്ടാണ് മുങ്ങിപ്പോവാത്തത്? കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിൽ ഹോട്ടൽ വരെയുള്ള കപ്പലുകൾ ഇപ്പോൾ ഉണ്ട്. കപ്പൽ എന്തുകൊണ്ടാണ് മുങ്ങിപ്പോവാത്തത്? നമ്മൾ ആ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ബോയൻസി, പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി എന്ന് പഠിച്ചിട്ടുണ്ട്. എന്തൊരു സാധനം, ഒരു ഓർമ്മ ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളത്തിലൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ എത്ര ഫോഴ്സിലാണോ നമ്മൾ അത് ഇടുന്നത് അത്രയും ഫോഴ്സിൽ വെള്ളം എന്ത് ചെയ്യും, ഒരു പ്രഷർ ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യും. അപ്പോൾ കപ്പലിൻ്റെ മൊത്തം ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിനെ ഇങ്ങനെ ഇതിലേക്കാക്കും. എന്നിട്ട് ആ കപ്പലിൻ്റെ ഭാരത്തിനനുസരിച്ചുള്ള ഒരു ഫോഴ്സ് വെള്ളം എന്ത് ചെയ്യും, ഇങ്ങോട്ടും എടുക്കും. അതുകൊണ്ടാണ് കപ്പൽ ഇങ്ങനെ നിൽക്കുന്നത്. കപ്പലിനെ ഉണ്ടാക്കുന്നവരൊക്കെ ഭയങ്കര സയൻറ്റിസ്റ്റാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കപ്പൽ സാധ്യമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ടും അത് സ്ഥിരമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കപ്പൽ സാധ്യത. സുബ്ഹാനല്ലാഹ്, പടച്ചവനുണ്ട് എന്നതിന് എന്തില്ല, ഇതിലപ്പുറം തെളിവുകൾ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ ആയത്തുകളുടെ ഒരു റൂഹ് എന്ന് പറയുന്നത്. ഇതുപോലെ ധാരാളം വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അള്ളാഹിനെ കണ്ടെത്താൻ കഴിയും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിലെ ഈ തെളിവുകളോട് നിരീശ്വരവാദികളുടെ നിലപാടിനും ഒരു പ്രശ്നമുണ്ട്, മുസ്ലിം നാമധാരികളുടെ നിലപാടിനും ഒരു പ്രശ്നമുണ്ട്. മുസ്ലിം നാമധാരി എന്ന് ഞാൻ പറയുന്നത് ഒരു തരത്തിലും ചിന്തയില്ലാതെ മുസ്ലിമായി നിലനിൽക്കുന്നവരുടെ ചിന്തക്കും പ്രശ്നമുണ്ട്. നിരീശ്വരവാദികൾ എന്ന് ഞാൻ പറയുന്നത് ശാസ്ത്രീയമായി അന്വേഷിച്ചിട്ട് അള്ള ഇല്ല, ദൈവമില്ല എന്ന് പറയുന്നവരുടെ ചിന്തയിലും പ്രശ്നമുണ്ട്. നിരീശ്വരവാദികളുടെ പ്രശ്നം എന്താണ്? പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കും, വളരെ സുന്ദരമായി പഠിക്കും. നമ്മൾ വെച്ചാൽ തിസീസ്, ശരിക്കും ശാസ്ത്രത്തിൻ്റെ ഒരു പഠന മേഖലയും അന്വേഷണം നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതമാണ്, അത്രയും അവർ പഠിക്കും. പക്ഷേ എങ്ങനെയാണ് ഒരു സാധനം പ്രവർത്തിക്കുന്നത് എന്നതിൽ പോയി നിൽക്കും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന ആലോചന അവിടെ വരില്ല. ഹൗ എന്നുള്ളത് പഠിക്കും, വൈ എന്നതിലേക്ക് ആലോചിക്കുകയില്ല. എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. തലയിൽ ആപ്പിൾ വീണപ്പം ആപ്പിൾ എന്തുകൊണ്ട് താഴത്തേക്ക് വീഴുന്നു എന്നതിനെ നമ്മൾ അന്വേഷിച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു? അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഒന്നും കൂടി അന്വേഷിക്കേണ്ട എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ആ ഫോഴ്സ് അവിടെ ഉള്ളത് എന്നത് അന്വേഷിച്ചിരുന്നെങ്കിൽ ദൈവത്തിനെ കണ്ടെത്തായിരുന്നു. മുസ്ലിം നാമധാരികളുടെ പ്രശ്നം എന്താണ്? ഇത് പറയാതെ പോകാൻ കഴിയില്ല. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്വേഷിക്കാത്തവരെ കുറിച്ച് പറഞ്ഞു. നമ്മളെ പ്രശ്നം ശാസ്ത്രം പണിപെട്ടി ബുദ്ധിമുട്ട് കണ്ടെത്തുന്ന സാധനങ്ങൾ നമുക്കിതൊക്കെ ഓൾറെഡി അറിയാം, ഞങ്ങളിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, അള്ള ഉണ്ട് എന്ന് പറയും. ആ നിലപാടേ റോങ് ആണ്. കാരണം സ്വയം അന്വേഷണത്തിലൂടെ ഉറപ്പില്ലാത്ത ഒന്നിനോടും നമുക്ക് രീത ഉണ്ടാവില്ല. ബാക്കിയൊക്കെ ഫോഴ്സ്ഡ് ബോറോഡ് ഈമാനുകളായിരിക്കും.
അതുകൊണ്ടാണ് ശരിക്കും പുറത്തുനിന്ന് ശാസ്ത്രീയമായിട്ട് ആൾക്കാർ നോക്കുമ്പോൾ നമ്മളോട് അവർക്ക് ഒരു തരം പുച്ഛവും ഒരു തരം ഇഷ്ടമില്ലായ്മയും തോന്നുന്ന കാരണം നമ്മൾ ആദ്യം പറയുന്നത് കൊറോണൻ്റെ സമയത്ത് മാസ്ക് വന്നപ്പോൾ 1400 വർഷം മുന്നേ ഈ പരിപാടികളൊക്കെ പറഞ്ഞു വെച്ചാണെന്ന് പറഞ്ഞു. ഖുർആൻ എല്ലാത്തിനും ഉത്തരം പറയുന്നതല്ല. പക്ഷേ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചൊക്കെ അമ്മ ജ്യൂസിൽ പറയണം. ഖുർആൻ പറയുന്ന കാര്യം നിങ്ങൾ ദൈവത്തിനെ കണ്ടെത്താനുള്ള പ്രോസസ്സ് ഓരോ മനുഷ്യനും നടത്തേണ്ടതുണ്ട്. ഈ പ്രോസസ്സിൻ്റെ അവസാനം വലിയ തിസീസും ഭയങ്കര ശാസ്ത്രീയമായിട്ടൊന്നും അന്വേഷിക്കേണ്ട. വെറുതെ മഴ പെയ്യുന്നതിൻ്റെ പുറകിൽ ഒരാൾ ഉണ്ടാകണമല്ലോ എന്ന ആലോചനയെങ്കിലും എന്ത് ചെയ്യണം, നടത്തണം എന്നതാണ് ഖുർആൻ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഈ 4 തെളിവുകളിലും സുന്ദരമായ ഒരു ഭാഷാപരമായിട്ടുള്ളൊരു സൗന്ദര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4ലും അള്ളാഹു എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നില്ല. വദ്ദാരിയാത്തി ദർവ എന്ന് പറയുന്നത് കാറ്റ് എന്ന് അവിടെ ഉപയോഗിക്കുന്നേയില്ല. കാറ്റിൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. വൽ ഹാമിലാത്തി വിക്റ എന്നതിൽ മേഘത്തെക്കുറിച്ച് പറയുന്നേയില്ല. മേഘം ഉണ്ടാക്കുന്ന എഫക്റ്റ് നമ്മളെന്താണോ അനുഭവിക്കുന്നത് അതാണ് കാണുന്നത്. വൽ ജാരിയാത്തി യുസ്ര എന്നത് കപ്പലിനെ കുറിച്ച് പറയുന്നേയില്ല. കപ്പലിൻ്റെ ആ ഇമ്പാക്റ്റാണ്, കപ്പലിൻ്റെ അനുഭവമാണ് പറയുന്നത്. ഇത് ശരിക്ക് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തെളിവുകളുടെയും പ്രത്യേകത ഇതാണ്. അള്ളാനെ കാണാൻ കഴിയില്ല, പക്ഷെ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ അനുഭവമാണ് നമുക്ക് ഉണ്ടാകാൻ കഴിയുന്നത്. ആഖിറത്തിനെ കാണാൻ നമുക്ക് കഴിയില്ല, പക്ഷെ ആഖിറത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ അനുഭവമാണ്. നമ്മളൊരു ശാസ്ത്രീയമായ അന്വേഷണത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ എല്ലാം കാണണം, എല്ലാം കാണണം, എല്ലാം അങ്ങനെ തന്നെ തെളിയിക്കണം. ഖുർആൻ പറയുന്നത് അതിൻ്റെ ആവശ്യമേ ഇല്ല. ഒന്നത് സാധ്യമാവില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം നമുക്ക് അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ ഒരു അനുഭവമാണ് വേണ്ടത് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അവസാനത്തെ വിഷയം, ഈ ആയത്തിൻ്റെ അവസാനത്തെ വിഷയം ഇന്നദ്ദീന ലവാക്ക് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നദ്ദീന ലവാക്ക്, ദീൻ എന്നുള്ളതാണ്. ദീന് മാത്രമായിട്ടൊരു ക്ലാസ് വേറെ തന്നെ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ എടുക്കാം. പക്ഷെ ദീന് നമ്മുടെ എല്ലാ തെറ്റിദ്ധാരണകളും പൊളിക്കേണ്ടുന്ന ഒരു കൺസെപ്റ്റായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. നമ്മൾ ദീനായിട്ട് കരുതുന്നത് എന്താണ്? മതം എന്ന് മാത്രമല്ല, പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ മതം പോലെ നമുക്കൊരു ദീൻ എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നത് എന്താണ്? ഖുർആൻ പറയുന്നത് മൊത്തം പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിപ്പുകളും ഇസ്ലാം ദീൻ അനുസരിച്ചുകൊണ്ടാണ് പിന്നെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള വ്യവസ്ഥയാണ് എന്ത്? ദീൻ. അള്ളാഹു ഖുർആനിൽ പറയുന്നത് ചോയ്സ് ഉള്ള മനുഷ്യനും ജിന്നും ഒഴിച്ചുള്ള എല്ലാ സൃഷ്ടിപ്പുകളും ഓൾറെഡി മുസ്ലിങ്ങളാണ്, ഇസ്ലാം ദീൻ അനുസരിച്ചിട്ടാണ്. ഇത് പറയുന്ന ആയത്താണ് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ. നിങ്ങൾ വേറൊരു ദീൻ അന്വേഷിക്കുകയാണോ? വലഹു അസ്ലമ, ആ ദീനിന് അസ്ലമ സമർപ്പിച്ചിരിക്കുന്നു, മുസ്ലിം ആയി കഴിഞ്ഞിരിക്കുന്നു. മംഫിസ് സമാവാത്തി വൽ അർള്, പ്രപഞ്ചത്തിലെ എല്ലാം ഈ ദീനിന് ഓൾറെഡി വിധേയപ്പെട്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ് മുസ്ലിമാണ്. കാരണം എന്താണ്? കാറ്റ് ഇസ്ലാം ദീൻ അനുസരിച്ചു കൊണ്ടാണ്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? ഇസ്ലാം ദീനിനകത്താണ്. കാറ്റ് മുസ്ലിമാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. മേഘം മുസ്ലിമാണ്. അപ്പം ഈ ഖുർആൻ ദീനിനെ അവതരിപ്പിക്കുന്നത് ഈ മൊത്തം പ്രപഞ്ചം എന്താണ്? ഈ ദീൻ അനുസരിച്ച് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സൂറ നഹ്ല് അള്ളാഹ് പറയുന്നുണ്ട് വലില്ലാഹി യസ്ജുദു മാഫി സമാവാത്തി വ മാഫിൽ അർള്. അള്ളാഹ്ക്ക് പ്രപഞ്ചത്തിലെ എല്ലാം എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മാത്രമല്ല എല്ലാം. അള്ളാഹു മനുഷ്യനിൽ നിന്നും ഉദ്ദേശിക്കുന്നത് ബുദ്ധിയും ചോയ്സും കൊടുത്തിട്ടുള്ളത് മനുഷ്യനാണ്. കാറ്റിന് കൊടുത്തിട്ടില്ല, മേഘത്തിന് കൊടുത്തിട്ടില്ല, കടലിന് കൊടുത്തിട്ടില്ല. മനുഷ്യനോട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നോക്കിക്കൊണ്ട് ആ ദീന് സ്വയം തിരഞ്ഞെടുക്കുക എന്നതാണ് മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഖുർആൻ പഠിപ്പിക്കുന്ന ദീൻ എന്ന് പറയുന്നത് പ്രപഞ്ചം ഓൾറെഡി അനുസരിക്കുന്ന ദീനാണ്. അതിൻ്റെ പേര് സവിശേഷതയും ഇസ്ലാമാണ്. നമ്മൾ പറയുന്ന ഒരു ഇസ്ലാം ഏതൊരു മതത്തിനെ കുറിച്ചും സമുദായത്തിൻ്റെ സ്ഥാനത്തിനെ കുറിച്ചല്ല പറയുന്നത്. അതിനെ നമ്മൾ ബോധപൂർവം യുക്തി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയിട്ട് അതിന് വഴങ്ങുമ്പോഴാണ് നമ്മൾ മുസ്ലിം ആകുന്നത്. ഓൾറെഡി കാറ്റും മേഘമൊക്കെ പൂവൊക്കെ മുസ്ലിമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി നമ്മൾ ഒന്നും കൂടി ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ
ആകെക്കൂടെ ഇസ്ലാം ദീനിന് പുറത്തുള്ളത് നമ്മുടെ ചിന്തകൾ മാത്രമാണ് എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഹൃദയം മുസ്ലിമാണ്, ഹൃദയത്തിന് ചോയ്സ് ഇല്ല. ഹൃദയം അള്ളാഹ് എന്താണോ ഒരു റൂള് സെറ്റ് ചെയ്തത് അതനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണ് മുസ്ലിമാണ്, നമ്മുടെ തൊലി മുസ്ലിമാണ്, നമ്മുടെ ബ്ലഡ് മുസ്ലിമാണ്, എല്ലാം മുസ്ലിമാണ്. ആകെക്കൂടെ മുസ്ലിം അല്ലാതെ അള്ളാഹു തൽക്കാലം വിട്ടിട്ടുള്ളത് നമ്മുടെ ചിന്തയും ചോയ്സും മാത്രമാണ്. ക്ലിയർ ആണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ന്യൂനപക്ഷം വളരെ ചെറിയ സാധനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഖുർആനിൽ സൂറ വാക്കിയിൽ 86 മുതൽ 87 വരെ ആയത്തിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുകയാണ്, ഒരാൾ മരിക്കാൻ പോവുകയാണ്, അയാളുടെ സുഹൃത്തായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുമ്പം അള്ളാഹ് ചോദിക്കുകയാണ്, ഫലൗല ഇൻകുൻതും ഗൈറ മദീനീൻ. മദീനീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ദീനുമില്ലെങ്കിൽ, നിങ്ങൾ ഒരു ദീനും അനുസരിക്കുന്നില്ലെങ്കിൽ, അള്ളാഹിൻ്റെ വ്യവസ്ഥ അനുസരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റൂഹിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തത്? ആ മരിക്കുന്ന ആളുടെ റൂഹിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല? കാരണം ആ റൂഹ് മുസ്ലിമാണ്. മുസ്ലിമായിട്ട് അള്ളാഹിൻ്റെ ദീൻ അനുസരിച്ച് പോകുമ്പം നമ്മളിവിടെ പറയാണ് നമുക്കൊരു ദീനുമില്ല, നമുക്കൊരു മതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങളൊരു ദീനിൻ്റെയും ഭാഗമില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ റൂഹിനെ തിരിച്ചു കൊണ്ടിരുന്നില്ല? തർജിഊനഹ ഇൻ കുൻതും സ്വാദിഖീൻ എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് പ്രവർത്തിക്കണമെന്ന് ആലോചിക്കാനുള്ളൊരു ചോയ്സേ ഉള്ളൂ. പ്രവർത്തനം നടക്കുന്നത് പോലും അള്ളാഹിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ മനുഷ്യനൊരു ഉള്ളിലൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ ലോകത്ത് മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പം, നമ്മൾ തെറ്റ് ചെയ്യുമ്പം പ്രപഞ്ചത്തിൻ്റെ അള്ളാഹിൻ്റെ ദീനിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അള്ളാഹിൻ്റെ ദീന് അള്ളാഹ് തന്നെ തീരുമാനിച്ച അനുസരിച്ചിട്ട് ആ പ്രവർത്തനം അവിടെ നടക്കുകയുള്ളൂ. ആകെക്കൂടെ ഒരു ഇമ്പാക്റ്റ് നടക്കുന്നത് നമ്മുടെ മനസ്സിന് മാത്രം. ഇത് പറയുന്ന ഒരായത്ത് സൂറ യൂനുസിൽ 22ഉം 23ഉം ആയത്തുണ്ട്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ ബർരി ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ. അള്ളാഹു കപ്പലിനെ കുറിച്ച് പറയുകയാണ്. അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത്? കപ്പലിനെ ഒഴുക്കുന്നത്. ഇങ്ങനെ അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ച്, കാറ്റിനെ കുറിച്ച് പറയുന്നു, അള്ളാഹിൻ്റെ പ്രപഞ്ചത്തിലെ ദീനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, യാ അയ്യുഹൻ നാസു ഇന്നമാ ബഅയുക്കും അലാ അൻഫുസക്കും. നിങ്ങൾ എന്തെങ്കിലും ഈ ദീനുമായിട്ട് അതിര് കടന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആകെക്കൂടെ ഇമ്പാക്റ്റ് ചെയ്യുക ഇവിടെ മാത്രമാണ്, നിങ്ങളെ ആത്മാവിന് മാത്രമാണ്. നിങ്ങൾക്ക് അള്ളാഹിൻ്റെ പ്രപഞ്ചത്തിലെ ദീനിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മളെ സൃഷ്ടിച്ച ഫിത്ര ഇസ്ലാം ദീൻ അനുസരിച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച ഫിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൈവിക ഭാഗം, നമ്മളെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു ഭാവമുണ്ട്, നമ്മുടെ ഒരു ക്യാരക്ടർ, അത് ഇസ്ലാം ദീൻ അനുസരിച്ചാണ്. സൂറ റൂമിൽ ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇസ്ലാം ദീനിനെ അനുസരിച്ച് ജീവിക്കുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ. ഏത് ഫിത്രയോടുകൂടിയാണോ നിങ്ങളെ ജനിപ്പിച്ചത് ആ ഫിത്ര നിങ്ങൾ അനുസരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പം നമ്മളെ മൊത്തം ശരീരത്തിൻ്റെ ഫിത്ര എന്ന് പറയുന്നത് ഇസ്ലാം എന്ന ഈ ദീനിനെ അനുസരിക്കാനുള്ളതാണ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യാണ്? ജീവിതത്തിൽ അതിനെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഈ ആയത്ത് തരുന്ന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും, നമ്മളെത്ര പ്രായമുള്ള വിശ്വാസിയാണെങ്കിലും ഭൂമിയിലേക്കും പ്രപഞ്ചത്തിലേക്കും നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈമാൻ എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ ഉണ്ടായിട്ട് മരണം വരെ നിലനിൽക്കുന്ന ഒരു സാധനത്തിൻ്റെ പേരേ അല്ല. ഈമാൻ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഈമാൻ എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ നിരന്തരം അള്ളാഹു ഉണ്ട് എന്ന ഉറപ്പ് നമുക്ക് തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെടുന്ന ആദ്യത്തെ നിമിഷം നമ്മൾ അള്ളാഹുവിനുള്ള പ്രതീക്ഷ എടുത്തു കളയും. നമ്മുടെ വീട് പൊളിയുന്ന ആദ്യത്തെ ദിവസം നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ എടുത്ത് കളയും. അള്ളാഹു ഉണ്ട്, അവനാണിതൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് ലോജിക്കലി നമ്മൾ നിരന്തരം നമ്മൾ ഉറപ്പുവരുത്തിയാലേ ഈമാൻ നിലനിൽക്കുള്ളൂ. അതിനുള്ള പണിയായിട്ട് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പുറത്തേക്ക് നോക്കുക, പ്രപഞ്ചത്തിലേക്ക് നോക്കുക, ശരീരത്തിലേക്ക് നോക്കുക, നിരന്തരം അത്ഭുതപ്പെടുക, കടലിലേക്ക് നോക്കുക, തിരമാലകളിലേക്ക് നോക്കുക, എന്നിട്ട് അതിനെ കണ്ടുകൊണ്ട് അതിൻ്റെ പുറകിലേക്ക് അന്വേഷിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ദീനിനെ കുറിച്ചുള്ളൊരു ആത്മവിശ്വാസമാണ്. ദീൻ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന മതമല്ല,
പ്രപഞ്ചം മൊത്തം മുസ്ലിമായ ആ ഇസ്ലാമിനെ കുറിച്ചാണ് ഖുർആൻ പരിചയപ്പെടുന്നത്. ആ ദീനിൻ്റെ ദിവസമാണ് എന്ത് ചെയ്യുക, നാളെ മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് വരിക. ആ ദീനിനെ നമ്മളുടെ ചിന്ത മാത്രമേ അതിൻ്റെ ഉള്ളിലില്ലാതെ ഉള്ളൂ, അതും കൂടി അതിനെ സമർപ്പിക്കുക എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വളരെ സുന്ദരമായ ആയത്തുകളാണ്. നിങ്ങൾ പോയിട്ട് ഒന്നും കൂടി ഇതിനെക്കുറിച്ച് വായിക്കുക, പഠിക്കുക. പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, മേഘത്തിനെ കുറിച്ച് മഴ പെയ്യുന്നത് എന്താണെന്നൊക്കെ സ്വന്തത്തിനോട് ചോദിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ അവനെ കണ്ടെത്താനും ആ കണ്ടെത്തിയതിൽ ഉറച്ചു നിൽക്കാനും തൃപ്തിയോടുകൂടി അവനെ ഇബാദത്ത് ചെയ്യാനും കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.